അബുദാബി കുതിരപ്പന്തയ ക്ലബ്ബിലെ ഒരു ഇലക്ട്രീഷ്യനെ പരിചയപ്പെടാം. ആൾ മലയാളിയാണ്. ജീവിതത്തിലും സമീപനത്തിലും വ്യത്യസ്തമായ നിലപാടുണ്ട്. മാത്രമല്ല, ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിലാണ് അദ്ദേഹത്തിൻ്റെ മിടുക്കും. എൻ്റെ പേര് മോഹൻകുമാർ എന്നാണ്. ഞാനിവിടെ ഈ അബുദാബി എക്വസ്റ്ററി ക്ലബ്ബിൽ ഇലക്ട്രീഷ്യനായിട്ട് എൻ്റെ അക്കൗണ്ട്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ നാട് തിരുവനന്തപുരം. ഞാൻ തിരുവനന്തപുരത്ത് വെടിവെച്ചാങ്കോലടുത്ത് മുടവൂർ പറയുന്ന സ്ഥലത്ത് പുതിയതായിട്ട് വീട് വെച്ചിപ്പോൾ താമസിക്കുന്നു. ഞാൻ അവിടേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കൊണ്ട് ആരെയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൈക്കിൾ പ്രത്യേകിച്ചും മോഷണം പോകുന്നൊരു പരിപാടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സൈക്കിൾ പ്രത്യേകമായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് എൻ്റേതായ രീതിക്ക്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡൈനാമ നമ്മുടെ നോർമൽ സൈക്കിളുകളുടെ ഡൈനാമ അല്ലത്. എല്ലാ ഡൈനാമയും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ടയറിലാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഇത് നമ്മൾ റിമ്മിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഓടാൻ ആവശ്യമായിട്ടുള്ള എനർജി ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്താണ് ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റിങ്ങുകളും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചാർജിങ് പ്രോസസ്സും ഇതിൻ്റെ സകല ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ പേഴ്സണൽ ആവശ്യം വേണ്ടി ഞാൻ ചെയ്യുന്നുള്ളേ ഉള്ളൂ. ഇത് ഞാൻ ഇൻഡസ്ട്രി ആക്കാമെന്ന് വിചാരിച്ചല്ല. വേറെ ഒന്നിൻ്റെ കാര്യമാണ് എൻ്റെ മെയിൻ മാറ്റർ. അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ വിവരിച്ചു തരാം. നമ്മളെ റൂമിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ മോഹൻകുമാറിൻ്റെ മറ്റു കണ്ടുപിടുത്തങ്ങളിലേക്ക് കടക്കും മുമ്പ് അദ്ദേഹം താമസിക്കുന്ന മുറിയൊന്ന് കാണാം. ആയിരത്തി 1985 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമയെടുത്ത മോഹൻകുമാർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും എന്തിന് ശ്വാസം കഴിക്കുന്നത് പോലും ആ വിഷയത്തിലാണ്. ഈ മുറിയിൽ ഇദ്ദേഹത്തിന് ജീവിതത്തെക്കാൾ പ്രാധാന്യം ഈ രംഗത്തെ ഗവേഷണത്തിനാണ്. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 12 വോൾട്ടിൽ എങ്ങനെ എന്തെല്ലാം പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത. മിക്സി തൊട്ട് താഴോട്ടുള്ള ഐറ്റങ്ങളല്ല. എൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജിൻ്റെ ഇത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള മിനിമം അതിന് ഞാൻ എൻ്റെ പരിപാടി പ്രവർത്തനം തുടങ്ങിയത് ഒരു ലൈറ്റിലൂടെ. ഇത് ഞാൻ വികസിപ്പിച്ചെടുത്ത ലൈറ്റാണ്. ഈ ലൈറ്റ് സാധാരണ ഒരു എമർജൻസിയുടെ കണക്ക് ലിസ്റ്റിൽ പെടുത്തണ്ട. ഇത് ഞാൻ മൾട്ടിപർപ്പസ് ലൈറ്റായിട്ടാണ് ഇത് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. നാട്ടിൽ ഇതിന് ഞാൻ കടലിൽ പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലൈറ്റ് ചെയ്തത്. മറ്റുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് പോകുമ്പോൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കറണ്ട് പോയില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ എക്യുപ്മെൻറ്റ്സ് ഒരു സാധനങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റും. മിക്സി, ചെറിയൊരു ഫാന്, ഒരു ഡ്രില്ലർ. ഈ ലൈറ്റ് കൂടാതെ ഇതിൻ്റെ കൂടി ഇപ്പോൾ ഒരു 2 ട്യൂബ് എക്സ്ട്രാ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ സമയത്ത് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പോഴും ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറയത്തില്ല. ഈ ലൈറ്റിൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇത് 6 മണിക്കൂർ ചാർജിങ്ങും ഇത് 16 മണിക്കൂറാണ് ഇതിൻ്റെ ബാക്കപ്പ്. ഈ ലൈറ്റ് ഇപ്പം നമ്മൾ 20 ഹവറാണ് ഇതിൻ്റെ സെറ്റപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് 16 മണിക്കൂറാണ്. ഇതിനകത്ത് മിക്സി ഉപയോഗിക്കുന്ന വിധമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഞാൻ 3 സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റ് 10, 12, 16. ഇപ്പം ഈ 16 മണിക്കൂറിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതിനകത്ത് ഇത് മൾട്ടിയാക്കി കൺവേർട്ട് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡിൽ ഇതിൻ്റെ സോളാർ വഴി ചാർജ് ചെയ്യാം. മനസ്സിൽ ഒരു ആശയം സ്പാർക്ക് ചെയ്താൽ പിന്നെ അത് വിളക്കി ചേർത്തുണ്ടാക്കലായി. 230 വാട്ടിൽ പ്രവർത്തിക്കുന്ന ടിവിയും ഡ്രില്ലും മിക്സിയും മാത്രമല്ല, മോഹൻകുമാർ തന്നെ വികസിപ്പിച്ചെടുത്ത വേറെയും ചില ഉപകരണങ്ങളും ഈ വിളക്കുപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം. മലയാളികൾക്ക് ഏറ്റവും കണ്ടുകാരിക്കുന്ന ഒരു സാധനം ഇത്. ഉള്ളി അരിയാനുള്ള സെറ്റപ്പ് നമ്മൾ നോക്കാൻ വിചാരിക്കും. ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഇതിവിടെ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ തേങ്ങ തിരുമ്പ പോയാണേ. ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് ഞങ്ങൾ ചെക്ക് ചെയ്തോണം. ഉപകരണങ്ങളെക്കുറിച്ച ആശയങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവില്ലെന്ന് തിരിച്ചറിഞ്ഞാണ്
മോഹൻകുമാർ 10 വർഷം മുമ്പ് ഗൾഫിലേക്ക് വിമാനം കയറിയത്. പൂർത്തിയാക്കാൻ ആശയങ്ങൾ ഇനിയുമേറെയുണ്ട്. നാട്ടിൽ അച്ഛൻ മരിച്ചു, അമ്മയുണ്ട്. അമ്മ അനുജൻ്റെ അവിടെ താമസിക്കുന്നു. ഒരു ചേട്ടനുണ്ട്. ചേട്ടന് 2 മക്കളുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയുടെ പേര് വിനോദിനി. എൻ്റെ 2 ആൺമക്കളാണ്. ഒരാൾ മിഥുൻ മോഹന്, മൂത്ത ആൾ, അടുത്ത ആൾ വിപിൻ മോഹൻ. എൻ്റെ സ്വന്തമായിട്ടുള്ള പ്രോജക്റ്റ് കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള, കേരളത്തിൽ തന്നെ കഴിയണം എന്നുള്ള ഒരാഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ ഒരിക്കലും സാമ്പത്തികം ഇല്ലാത്തവൻ ഒരിക്കലും പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അനുഭവം എന്നെ തെളിയിച്ചത്. എനിക്ക് 28 വർഷത്തെ സർവീസ് പരിചയമുണ്ട് ഈ ഫീൽഡിൽ. മോഹൻകുമാറിന്റെ ഇലക്ട്രോണിക് ആശയങ്ങൾ ഒളിമങ്ങാതെ കത്തട്ടെ. അദ്ദേഹം വികസിപ്പിച്ച അത്ഭുത വിളക്കിനേക്കാളും തെളിച്ചത്തിൽ. ആശംസകൾ നേരും മുമ്പ് മോഹൻ ചേട്ടന്റെ ഇലക്ട്രോണിക് സൈക്കിൾ ഒന്നുകൂടി കാണാം. ഒരു സൈക്കിളിന് എന്തിന് ഇത്രയധികം വെളിച്ചമെന്ന് തോന്നുന്നുണ്ടോ? പന്തയ കുതിരകൾ കുതിരയോട്ട ക്ലബിൽ അബദ്ധത്തിൽ പോലും പാഞ്ഞു കയറാതിരിക്കാനുള്ള സാങ്കേതിക സംവിധാനം കൂടിയാണ് ഈ ബൾബുകൾ. ഇപ്പോൾ മനസ്സിലായോ? അതാണ് മോഹനേട്ടൻ.